നമ്മളെല്ലാവരും സമയത്തിൻ്റെ ചെയിനിലാണല്ലേ സുഹൃത്തുക്കളെ ജീവിക്കുന്നത്. അലാറമില്ലെങ്കിൽ നമ്മൾ എണീക്കില്ല, ഡെഡ് ലൈൻ മിസ് ചെയ്ത് നമ്മൾ പാനിക് ആകുന്നു. ബർത്ത്ഡേസ്, മീറ്റിംഗ്, കലണ്ടർ എല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്സ് ആണല്ലേ. പക്ഷേ നിങ്ങൾ എപ്പം ഒരിക്കൽ വിചാരിച്ചിട്ടുണ്ടോ, 70 വർഷമായിട്ട് സമയം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇല്ലാണ്ടാണ് ഈ ഒരു കൺട്രി ജീവിക്കുന്നത്. ഈ ഒരു കൺട്രീൻ്റെ പേരാണ് അബ്ഖാസിയ. ജോർജിയയിലെ ഒരു ചെറിയ വില്ലേജാണിത്. ഇവർ 1940s കമ്മ്യൂണിസം വരുമ്പോൾ ബോൾഡായി തീരുമാനമെടുത്തിരുന്നു. എന്ന് വെച്ചാൽ ഇനി മുതൽ നമുക്ക് സമയമില്ലാതെ വേണം ജീവിക്കാനെന്ന്. ഇവിടെ ക്ലോക്ക്സ് ഇല്ല, കലണ്ടേഴ്സ് ഇല്ല, ഈവൻ സ്വന്തം ബർത്ത്ഡേ പോലും ഇല്ല. കുട്ടികൾ കൂടി വാച്ചസ്, മൊബൈൽ ഒന്നും ഉപയോഗിക്കാറില്ല. ഡേ ലൈറ്റിൻ്റെ ഹെൽപ്പ് കൊണ്ടാണ് ഇവർ മോർണിംഗും പിന്നെ നൈറ്റും തിരിച്ചറിയുന്നത്. ഇവിടെ സ്ട്രെസ് കുറവാണ്. ഡോക്ടർ ഇവിടുത്തെ ജീവിതത്തിനെ പറ്റി സ്റ്റഡി ചെയ്യാൻ വന്നപ്പോൾ അവർ തന്നെ ഷോക്കായിപ്പോയി. കാരണം ഇവിടെ മെൻ്റൽ ഹെൽത്ത് വളരെ നല്ലതായിരുന്നു, സ്ട്രെസ് കുറവായിരുന്നു, ബോഡി കാമായിരുന്നു. ഇവരുടെ ജീവിതം നേച്ചറിൻ്റെ റിതമിലായിരുന്നു നടക്കുന്നത്. പക്ഷേ ഒരു ബിഗ് പ്രോബ്ലം എന്ന് വെച്ചാൽ ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് ഇല്ലാതെ ഈ കാലത്ത് ഒന്നും നടക്കില്ല അല്ലേ. പക്ഷേ ഇവിടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല, ID പ്രൂഫ് ഇല്ല, ഈവൻ ആധാർ കാർഡ് പോലും ഇല്ല. അതുകൊണ്ട് ഇവർക്ക് ലീഗൽ കാര്യം ചെയ്യാൻ കഴിയില്ല. സ്കൂളിൽ പോകാൻ കഴിയില്ല, ബാങ്കിൽ പോകാൻ കഴിയില്ല. അങ്ങനെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഒരു കാര്യം ഇവർക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം ഈ ഒരു രാജ്യത്തിൽ ഗവൺമെൻറ് പോലും ഇല്ല. പക്ഷേ വില്ലേജേഴ്സ് പറയുന്നു നമ്മൾക്ക് ഇത് മതി, ഈ സമയം മാത്രം മതി. അതാണ് അവർ ഉത്തരം. കാരണം ഈ സമയം ഇല്ലാത്തതിന് അവർ സുഖമായി ജീവിക്കുന്നു. ഇവരുടെ ജീവിതം നമ്മൾ കെട്ടിക്കിടക്കുന്നതിൻ്റെ ഓപ്പോസിറ്റാണ്. ചിന്തിച്ച് നോക്കും, സമയം നമ്മൾ ഉണ്ടാക്കിയതാണോ അതോ നമ്മുടെ ജീവിതം ചെയിനായി മാറുന്നു പോകുന്നതാണോ? ഈ വില്ലേജ് നമ്മുടെ ജീവിതത്തിൽ ഫ്രീഡം, പീസ് എല്ലാം വളർത്താൻ ഒരു വലിയ ലെസനാണ്.